നെഹ്റുവിൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണമാണ്, രൂപീകരണം. ഞാൻ ക്ഷേത്രം പണിയാൻ പോകുന്നു എന്ന്, അമ്പലം നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞപ്പോൾ പലരും കരുതി എന്തൊരു കഥ, ഭൗതികവാദിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗ്രന്ഥരചന നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതനാണ്, ചരിത്ര രചയിതാവാണ് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റു അമ്പലം പണിയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞു, ഞാൻ പണിയുന്ന ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ അധികാരവും പദവിയും തൻ്റെ ശേഷിയും കഴിവും ഉപയോഗിച്ച ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ്, ചരിത്രകാരനാണ്, പണ്ഡിതനാണ് ജവഹർലാൽ നെഹ്റു. ഈ നെഹ്റുവിൻ്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്നും നെഹ്റുവിയൻ സംവിധാനമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും പറഞ്ഞത്. എന്താ ധവളപത്രം വന്നപ്പോൾ മനസ്സിലായത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിക്കുക, വിൽക്കുക. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുപയോഗിച്ചിട്ട് ധവളപത്രം വരുമ്പോൾ അത് പൂർണ്ണമായും അവസാനിപ്പിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂട്ടാനും നിലപാട് സ്വീകരിക്കുന്നു. അത് എങ്ങനെയാണ് യോജിച്ചു പോവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതോടൊപ്പം തന്നെയാണ് സ്വകാര്യവൽക്കരണം. ഇപ്പോൾ സ്വകാര്യവൽക്കരണ അജണ്ട ഇന്നിപ്പോഴും മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ തീരം മുഴുവൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നിപ്പോഴും മനസ്സിലായി. ഞാൻ നേരത്തെ തുറമുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ വകുപ്പ് തന്നെ മുഖ്യമന്ത്രി ഏറ്റെടുത്തപ്പോൾ നേരത്തെ പറഞ്ഞ മംഗലാപുരം യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വരാൻ പോകുന്ന സന്ദർഭങ്ങളിൽ കരിമണൽ ഉൾപ്പെടെ കൈക്കലാക്കാൻ വേണ്ടി നടത്തുന്ന ലോകത്തിൻ്റെ മുമ്പിലുള്ള കോർപ്പറേറ്റ് ശ്രമവും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആക്കം മനസ്സിലാക്കാനാകുക. ഒരു നെഹ്റുവിൻ സിദ്ധാന്തവും ഇല്ല, തികഞ്ഞ തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഈ കഴിഞ്ഞ 3 ആഴ്ചത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും വിലയിരുത്താനും സാധിക്കുക. അപ്പോൾ എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തെപ്പറ്റി പറയുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത നിലപാടുകൾക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി വന്നാൽ ഉടനെ തന്നെ വി ഡി സതീശൻ അതിനെ ശാക്തിയായിട്ട് പ്രതികരിക്കുകയാണ്. എല്ലാം ജനാധിപത്യ വിരുദ്ധമാണെന്നാണ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി, അധികാരത്തിൽ വന്നപ്പോൾ അതിശക്തിയായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ് ചെയ്തവർക്കെതിരായ നടപടികൾ ആരംഭിച്ചു തുടങ്ങി. അതേപോലെ തന്നെ മുമ്പ് നടപടിക്ക് വിധേയപ്പെട്ടിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചെടുത്തിരിക്കുക. അതിങ്ങനെ തിരിച്ചെടുക്കുന്നത് ഒരു വലിയ ബാധകമാണ് എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. പക്ഷേ തിരിച്ചെടുക്കപ്പെട്ടവരെ RSS അജണ്ട നടപ്പിലാക്കാൻ കഴിയുന്ന വകുപ്പിൽ തന്നെ അതിൻ്റെ മേധാവിയായിട്ട് നിയമിക്കുകയാണ്. സംഘവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ നിർദ്ദേശിക്കുന്ന ആളെ നേരത്തെ പറഞ്ഞ പോലെ വൈസ് ചാൻസലറാക്കുന്നു. ഇപ്പോഴ് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത തലത്തിലേക്ക് അവർ പറയുന്നവരെ നിശ്ചയിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. വന്യജീവി ശല്യമായിരുന്നു കഴിഞ്ഞ കാലത്ത് ഏറ്റവും ശക്തമത്തായ രീതിയിൽ കേരളത്തിൽ മലയോര മേഖലയിൽ ഉയർത്തിയിട്ടുള്ള UDFൻ്റെ ഒരു അജണ്ട. ഇപ്രാവശ്യം അധികാരത്തിൽ വന്നിട്ട് ഇത്രയേ ദിവസമായിട്ടുള്ളൂ. 5 പേരുടെ ജീവനാണ് വന്യജീവി സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നത്.
ഇപ്പോഴും മന്ത്രി പറയുന്നത് നിങ്ങൾക്കെല്ലാം കേട്ടതാണ്, നമ്മൾ പരിഹസിക്കുകയാണ്. മന്ത്രിയെ മാറിയിട്ടുള്ളൂ, ഉദ്യോഗസ്ഥരും ആനയും മാറിയിട്ടില്ല. അപ്പോൾ എത്ര ലാഘവത്തോടുകൂടിയാണ് മനുഷ്യജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വന്യജീവി അതിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. ജനങ്ങളെ പരിഹസിക്കുന്ന നിലപാടാണ് മന്ത്രി തന്നെ സ്വീകരിക്കുന്നത്. മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നായിരുന്നു വി.ഡി. സതീശൻ മുമ്പ് പറഞ്ഞത്. അതിപ്പോഴും നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും കടുത്ത നിയന്ത്രണം എന്നാണ് LDF ഗവൺമെൻറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. 3 ആഴ്ചയാകുമ്പോഴേക്ക് അവർക്ക് കള്ളി മനസ്സിലായി, ശക്തിയായ നിയന്ത്രണം ഇപ്പോഴും തുടങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ പോകുന്നതല്ല നില എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പാർട്ടി നേതാക്കൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം ശക്തിയായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളൊരു വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട് ED റെയ്ഡ് ചെയ്യുന്ന സ്ഥിതിയിലേക്കും, അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് കേസിൽ ഏത് കേസിലും പ്രതികളുണ്ടാവും, പക്ഷെ ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കുക. കരുവന്നൂർ ബാങ്കിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ് ആ ബാങ്ക്. ആ ബാങ്കിൻ്റെ കേസിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രതിയായി 68ാം പ്രതിയായിട്ട് CPIMൻ്റെ ജില്ലാ സെക്രട്ടറി, അങ്ങനെയാണ് പ്രതി. ആരാണോ ജില്ലാ സെക്രട്ടറി ആ ജില്ലാ സെക്രട്ടറി പ്രതി എന്ന രീതിയിൽ ഇപ്പോഴും ED കൃത്യമായിട്ട് അവരെ കൂടി വിളിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഈ തെറ്റായ നയങ്ങളെ തുറന്നു കാട്ടി ശക്തമായ പ്രക്ഷോഭം തന്നെ നടത്തേണ്ടി വരും. രാഷ്ട്രീയമായ കാര്യങ്ങളാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നിയമപരവും രാഷ്ട്രീയവുമായ നിലപാട് കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള EDയുടെ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുത്തേണ്ടി വരും. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള ഈ റിവ്യൂ റിപ്പോർട്ട് താഴെ വരുന്ന ഇന്നു മുതൽ റിപ്പോർട്ട് ആരംഭിക്കുകയാണ്. ഘടകങ്ങളിൽ എല്ലാ ഘടകങ്ങളിലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ ചർച്ചകൾക്കെല്ലാം ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ചിലുമൊക്കെ ഈ റിവ്യൂ കൂടിയ ഫലപ്രദമായിട്ട് പാർട്ടി മെമ്പർഷിപ്പിലുടനീളം റിപ്പോർട്ട് ചെയ്ത് എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്ത് നേരത്തെ ചർച്ച ചെയ്തതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണം എന്നിപ്പോഴും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ മറുപടി പറഞ്ഞിരുന്നില്ല, ചർച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ ചർച്ചക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് റിവ്യൂ റിപ്പോർട്ട് ചർച്ച ചെയ്ത് എല്ലാ ഘടകങ്ങളും പൂർത്തിയാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിനേറ്റ ഈ കനത്ത തിരിച്ചടി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ സംഘടനാപരമായി, രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി കേരളത്തിലെ ജനങ്ങളെ അതിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ സംഘടനയെ മാറ്റി മുമ്പോട്ടേക്ക് നയിക്കാനാവുമെന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.